മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ ഉൾപ്പെട്ട 8 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. നടത്തിപ്പുകാരായ 3 പേർക്ക് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 3 പേരും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണം. വിവരങ്ങളുമായി ദിൽഷ തിലകനാണ് നമുക്കൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്ന്. ദിൽഷ, ഇപ്പോൾ ഏതെല്ലാം ഗ്രൗണ്ട്സിലാണ് കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചത്? മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ ഉൾപ്പെട്ട 8 പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. നടത്തിപ്പുകാരായ 3 പേർക്ക് ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അസം സ്വദേശിയായിട്ടുള്ള യുവതിയെ ഉൾപ്പെടെ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന പരാതികൾ ഇതിനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഉയർന്നിരുന്നു. 3 പേരും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസിൽ ഉൾപ്പെട്ട 8 പ്രതികൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നു. പക്ഷേ കർശനമായ ഉപാധികൾ കോടതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാകുന്നത്. ദിൽഷയുണ്ട്. ദിൽഷ, പറയാം, എന്തെല്ലാം ഗ്രൗണ്ട്സിലാണ് ഇപ്പോൾ അവർക്ക് ജാമ്യം നൽകിയത്? മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ 9 പേരായിരുന്നു പ്രതികളായിട്ടുണ്ടായിരുന്നത്. അതിൽ 8 പേർക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിൽ ഒരാളാണ് ഇപ്പോൾ റിമാൻഡിലുള്ളത്. ജാമ്യത്തിലെടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഒരാൾ ഇപ്പോൾ റിമാൻഡിലാണ്. ബാക്കി 8 പേർക്കും കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ നടത്തിപ്പുകാരായിട്ടുള്ള 3 പേർക്ക് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ഈ 3 പേരും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണം. 9 പ്രതികളെയും ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ഈ റാക്കറ്റ് നടത്തിപ്പിന് പിന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നൊരു സംശയം പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ പ്രകടിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നടത്തിപ്പുകാരെ കൂടുതൽ വിശദമായിട്ട് തന്നെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ കോഴിക്കോട് മലാപ്പറമ്പിൽ ഈയപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടോടു കൂടി നടത്തിയ പരിശോധനയിലാണ് 6 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരടങ്ങുന്ന സെക്സ് റാക്കറ്റ് പിടിയിലാകുന്നത്. ഏറെ നാളുകളായിട്ട് ഈ സംഘം ഈ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അതുപോലെ തന്നെ 3 ഇടപാടുകാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ റെയ്ഡ് നടത്തുന്നത്. അങ്ങനെയാണ് ഈ സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്ന കേന്ദ്രം പോലീസ് കണ്ടെത്തിയത്. ഈ കോഴിക്കോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റ് 2 വർഷം മുമ്പാണ് ബഹ്റിൻ ഫുട്ബോൾ ടീമിന്റെ ഫിസിയോ എന്ന് പരിചയപ്പെടുത്തിയ ബാലുശ്ശേരി സ്വദേശി വാടകയ്ക്കെടുത്തത്. ഇയാളുടെ നേതൃത്വത്തിലാണ് ഇവിടെ സെക്സ് റാക്കറ്റ് പ്രവർത്തിച്ചിരിക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ ഓക്കെ, ശരി. ദിൽഷ തിലകനാണ് വിവരങ്ങൾ നൽകിയത്. മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ ഉൾപ്പെട്ട 8 പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്.